ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാ? ചെറാണ് അല്ല പേര് പറഞ്ഞത് ഗൈസ്. എന്നെ മുക്കുണ്ട് നമ്മുടെ കേച്ചേരി ഭാഗത്തുള്ള ഒരു ചെറ എന്തോ പാറ. കേച്ചേരി നമ്മൾ പന്നിത്തടത്തേക്ക് പോകുന്ന ഒരു റോഡ് ഉണ്ടല്ലോ, ആ റോഡിൽ നിന്ന് കുറച്ചും കൂടെ പോയിട്ട് ലെഫ്റ്റ്. അപ്പൊ ഞാന് അതും മാളു കിരൺചാട്ടൻ അച്ചു അക്ഷരം എല്ലാവരും ഉണ്ട്. അപ്പൊ അവരവിടെ ഫോട്ടോ എടുക്കട്ടെ. അപ്പൊ ഞാൻ ഉണ്ണി ഉറങ്ങുമായിരുന്നു. അപ്പൊ ഉണ്ണിക്ക് പാല് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടേക്ക് പോകുന്നതായിരുന്നു. ഇപ്പൊ അതല്ല ഇവിടെ സ്വസ്ഥമായിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങോട്ട് എത്രത്തോളം വോയിസ് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. എന്റെ സൗണ്ട് കുഞ്ഞിതായ കാരണം അധികം അങ്ങോട്ട് കേൾക്കില്ല. കഴുത്തിലൊക്കെ ബാഗൊക്കെ ഇട്ടിട്ട് അമ്മേ ഒരാളോട് ഇരുന്ന് കുടിക്കണ്ടോ. മുട്ടേനെ കാണിച്ച് പാല് കുടിക്കണം. സംഭവം നമ്മള് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ടാ എന്താ പറയുക, ഇവന് രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കുറുക്കുറു എന്നുള്ള സൗണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു കുഴപ്പമില്ല. അപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം വെറുതെ വീട്ടിൽ നിന്നപ്പോ ഇങ്ങോട്ട് പോരാന്ന് വെച്ചിട്ട് പോകുന്നതാട്ടാ. അപ്പം എല്ലാരും ഉണ്ടായിരുന്നു. മാളു, ആദു, കിരൺ എല്ലാരും ഉണ്ടായി. അപ്പൊ മാളുവിനും ആദുവിനും അതെ പോരണ്ടേ, ഓൾക്ക് ഇവിടെ വന്നേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പോന്നാ. നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടാ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നൊന്നും. അപ്പോൾ പിന്നെ ഒന്ന് രാവിലെ ആകുമ്പോൾ കിച്ചുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരുമ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു, പിള്ളേരും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എങ്ങനെയും പോവുക അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു. അങ്ങനെ കിച്ചുവിനെ ആദർശേട്ടനും കിരൺചേട്ടനും കൂടി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തപ്പോഴേക്കും പിള്ളേർ പോയിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ഞാനും പെട്ടെന്ന് റെഡിയായി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫോൺ കാണാതെയത്. ഫോൺ തപ്പി ലാസ്റ്റ് പ്രാന്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് തുണികളുടെ ഇടയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടാ. പൂവ ഇറങ്ങുമ്പോൾ മാളുവിന്റെ പ്രഹസനാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് കോപ്പറാട്ടിങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് നമ്മളങ്ങോട്ട് ഇറങ്ങാട്ടോ. ഞാൻ, അച്ചു, ആദു, മാളു, കിരൺചേട്ടൻ, ദേവുട്ടൻ, പിന്നെ നമ്മുടെ കിച്ചപ്പൻ. അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ. അങ്ങനെ കിച്ചപ്പൻ കിരൺചേട്ടൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അവൻ പിന്നെ അങ്ങനെ ഇരുന്ന് കുഴപ്പമില്ലാതെ വലിയ സീനൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തിക്കി തിരക്കിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇരുന്നു കേട്ടോ. ഇതിൻ്റെ സ്പോട്ട് വരുന്നത് കേച്ചേരിന്ന് നമ്മൾ പന്നിത്താഴം റോഡ് കയറില്ലേ, ആ ഒരു സ്പോട്ട് പോയിട്ടാണ് ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാട്ടോ പോയത്. എന്തോ ചെറാന്നാണ് പേര്. നല്ല അടിപൊളി സ്പേസ് ആയിരുന്നു കേട്ടോ. ഇവിടെ വന്നില്ലെങ്കിൽ നമുക്ക് ശരിക്കും മിസ്സായിരുന്നു. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒരു ഈവനിങ് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. അതും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അതും ആള് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലം ചേച്ചി നമുക്ക് അങ്ങോട്ട് പോവായിരുന്നു എന്നൊക്കെ. അപ്പൊ ഇന്ന് നമുക്ക് എന്തോ സെറ്റ് ആയിട്ടൊരു ദിവസം കിട്ടിയപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങി. അപ്പൊ പിന്നെ ഉണ്ണീനെ ആദർശമായിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ എടുക്കാൻ നോക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് നടക്കാൻ കേട്ടോ. അപ്പൊ ഇവിടെ വെച്ചാൽ മക്കൾക്ക് കളിക്കാൻ പറ്റിയ സ്പേസും പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയതും പിന്നെ ചായ കുടിക്കുക, പിന്നെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു വെള്ളത്തിന്റെ സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം. എന്ത് രസമാണെന്ന് അറിയോ, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ കണ്ടു ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. പിന്നെ അതിന്റെ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ ഒരു ഭാഗത്ത് എക്സസൈസ് ചെയ്യാം, പിന്നെ പാർക്ക്, പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഐസ്ക്രീം, പിന്നെ ചായ, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടുത്ത വീടുള്ളവർക്കൊക്കെ നല്ല സുഖമായിരുന്നു നിങ്ങളിങ്ങനെ ഇരുന്ന് പറയായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ ചുറ്റോറും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വയസ്സായ അച്ചാച്ചന്മാരത് കണ്ടിട്ടാണ് എനിക്കൊരു അതിശയം തോന്നിയത് കേട്ടോ. കുറേ അച്ചാച്ചന്മാർ വയസ്സായി പ്രായമുള്ള അച്ചാച്ചന്മാരൊക്കെ അവരിങ്ങനെ ഒരു ഗ്യാങ്ങായിട്ട് വർത്താനം പറഞ്ഞിരിക്കുക, ഒരു പ്രത്യേക നല്ലൊരു വൈബിൻ്റെ ആയിരുന്നു കേട്ടോ. കിച്ചുട്ട നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവൻ കാറിൽ പകുതി എത്തുമ്പോഴേക്കും ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ അവനെ എടുത്ത് നടക്കല്ല, അപ്പൊ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. കേരളത്തിൽ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ട്രോളിങ് ആയിരുന്നു കേട്ടോ. അതോനൊന്ന് കേരളത്തിലെ ഹസിൻ എന്ന് പറഞ്ഞിട്ട് ട്രോൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് കസിൻസിന്റെ ഇടയിൽ എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ അങ്ങോട്ടും പറഞ്ഞ് കളിയാക്കണം കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കരുത്. അങ്ങനെ പിന്നെ ഇത് എല്ലാവരും എക്സസൈസ് ചെയ്യേണ്ട സംഭവത്തിന്റെ മുകളിലൊക്കെ കയറിയിരിക്കട്ടെ. ലാസ്റ്റ് ഞാൻ കയറിയിട്ട് നോക്കി, അമ്മേ എനിക്ക് എന്റെ വെയിറ്റ് ഇങ്ങോട്ട് പൊക്കാൻ പറ്റാതെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടായിരുന്നു കേട്ടോ. മലയാളത്തിലെ കേരളത്തിലെ അസിൻ, കേരളത്തിലെ റൊണാൾഡോ റൊണാൾഡോ റൊണാൾഡോ. പിന്നെ ഇതെല്ലാവരും ഇവിടെ വെറുതെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാട്ടോ. നമ്മൾ വെറുതെ തമാശയ്ക്ക് ചെയ്യാം, പക്ഷെ ഒരു ഈവനിങ് കുറച്ചും കൂടി ഇരുട്ടായ സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വരുന്ന കുറച്ച് പ്രായമുള്ള അച്ചാച്ചന്മാരല്ല ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു ഊഞ്ഞാലിടാൻ വേണ്ടിയിട്ട്. അപ്പുറത്ത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചേച്ചിയും കുറച്ച് ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ആടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് ആരും ഇല്ലാതെ പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ കിരൺചേട്ടനും കിച്ചപ്പനും കൂടിയിട്ട് അവിടെ തന്നെ ഇരുന്നു കേട്ടോ. കിച്ചു നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ആദർശമായിട്ട് പറ്റിയ രണ്ടെണ്ണത്തിന് ഊഞ്ഞാലാട്ടി കൊടുക്കാട്ടോ.
അച്ഛന് ചെന്നോട്ടാണോ? അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചു എനിക്കൂട്ടോ. ഞങ്ങൾ ഇവിടെ ഊഞ്ഞാലടിഞ്ഞായിരുന്നു. അപ്പോൾ കിച്ചുവിനും കൊണ്ടിട്ട് ആദർശേട്ടൻ കിരൺ ചേട്ടൻ ഉണ്ണീനെ അങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആദർശേട്ടൻ എടുത്തു ഉണ്ണീനെ. അങ്ങനെ പിന്നെ ഇതേ കിരൺ ചേട്ടനും കൂടിയും ഊഞ്ഞാലിരുന്നിട്ട് അവരെ ആട്ടി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അവരെ രണ്ടാട്ടാട്ടി പിന്നെ തനിയെ ആട്ടിക്കോളും. എന്നിട്ട് ഞാനും ആദർശേട്ടനും കൂടിയിട്ട് അവിടെ ഇങ്ങനെ വരച്ച് നിൽക്കായിരുന്നു. പിന്നെ അവിടെ പിള്ളേരുടെ ഫോട്ടോ എടുക്കലൊക്കെ ഇരുന്നിട്ട് കിരൺ ചേട്ടൻ ആശങ്ക അടിപൊളിയായിട്ട് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കൊടുക്കും. ഞങ്ങൾ മുന്നേ ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ ഫോട്ടോ ഇവിടെ അവരെടുക്കാൻ അപ്പോഴേക്കും ഞങ്ങൾ ഉണ്ണിക്ക് പാല് കൊടുക്കാൻ വിചാരിച്ചിട്ട് അവർ ഉറങ്ങിയതിൻ്റെതല്ല. അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് പോയിട്ട് പാല് കൊടുക്കാം, അപ്പൊ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അതിന് മുന്നേ നമ്മൾ നിൽക്കണോടത്തിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ഊഞ്ഞാലുണ്ടായിട്ടോ. അപ്പൊ കിച്ചുടിന് ആദർശാട്ടിന് ഉണ്ണീനെ അതിരുത്തി നാട്ടി നോക്കാണ്. അവന് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് അങ്ങനെ ഒന്നും ഇല്ല. അവൻ വെറുതെ ഇങ്ങനെ അന്തം വിട്ടില്ല അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഒരു രസമല്ലേ ഈവനിങ് ഒക്കെ പുറത്ത് പോണതും പിന്നെ ഉണ്ണീനൊക്കെ കൊണ്ട് പോകുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ പോയോടത്തേക്ക് അങ്ങോട്ട് നടന്നു പോകട്ടെ. അപ്പൊ അവിടെ ഇരുന്നിട്ട് പാല് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ഓൾറെഡി പാലൊക്കെ ഉണ്ണിക്ക് സെറ്റ് ചെയ്തിട്ട് കൈ പിടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ അച്ഛന്മാരൊക്കെ ഈവനിങ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതേ കണ്ടോ അവരൊക്കെ ഭയങ്കര സംസാരം. അവരുടെ ഗ്യാങ്ങായിട്ട് വന്ന് കുറേ കഥകൾ പറയുന്നു. നല്ല രസമാണ് അത് കാണാൻ തന്നെ. പിന്നെ അമ്മമ്മമാര് അവരുടെ മക്കളായിട്ടും അവർക്ക് നല്ലൊരു രസം തന്നെയായിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇരിക്കുന്നിടത്ത് ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റും. കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്, അത് സൂം ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തകൃതിയായിട്ടുള്ള ഫോട്ടോഷൂട്ട് നടക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു വെള്ളത്തിന്റെ ഇതുമ്പിനെ കണ്ടോ, നമുക്ക് ഇതിനെ നടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് തോന്നണോ, ചിലവർ വന്നിട്ട് ഇറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല രസമാണ്. ഇനി കുറച്ചും കൂടി വെള്ളമൊക്കെ കൂടി കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കാവും ഇവിടെ. പിന്നെ ആ സൈഡിലെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോസ് എടുത്താൽ മതിയാവില്ലല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എത്ര ഫോട്ടോസ് എടുത്താലും നമുക്ക് മതിയാവില്ല. പിന്നെ ഫോട്ടോ എടുത്തു തരാൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ അതും ആളും കൂടിയിട്ട് ആദ്യം നടന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ തന്നെ കിരൺ ചേട്ടൻ വരുന്നുണ്ട്, അച്ചു വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടായിട്ട് അങ്ങോട്ട് വരണം. നമ്മുടെ സ്ഥലത്ത് നമ്മുടെ അടുത്ത് ഇത്രയും നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയാം കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയും നമ്മുടെ തൃശ്ശൂർ ഏരിയയിൽ അധികം അങ്ങനെ ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്പേസോ അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല എന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഇതുപോലെ നമ്മൾ അറിയാത്ത എത്ര സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയണം നല്ല ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ വലിയ സ്പോട്ടുള്ള നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ട് പോവാലോ. ഗൈസ് ഞങ്ങളിവിടെ ഇരിക്കട്ടെ. അപ്പുറത്ത് നന്നായിട്ട് ഫോട്ടോസ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മാളു കിരൺ ചേട്ടൻ അവരൊക്കെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഉണ്ണിക്ക് പാല് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. നല്ല അടിപൊളി സ്ഥലമായിട്ടത്. അങ്ങനെ അപ്പുറത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തായിട്ടോ എല്ലാ സ്ഥലവും നല്ല അടിപൊളിയായതുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ ഇവിടെ സ്ഥലത്തിനൊരു ഇതൊന്നും ഇല്ല കേട്ടോ. കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇത് കിച്ചൂട്ടിന് എണീറ്റ് പിന്നെ കിച്ചൂട്ട് ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ കിച്ചൂട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. പിന്നെ കണ്ടോ ഇത് ഇവിടെ എക്സസൈസ് ചെയ്യണത്, അപ്പുറത്ത് കളിക്കേണ്ട ഭാഗങ്ങൾ, പിന്നെ ഇവിടെ ഇരിക്കാം. ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ചായ കുടിക്കാനൊക്കെ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട്. കുമ്പ് കാച്ചല്ലേ, നമുക്ക് പാല് കുടിച്ചല്ലേ, പാല് വല്ലാത്ത ചാറ്റിയാ അച്ഛന്റെ ടിങ്കു 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 താറാവ് ചുണ്ട് പിടിക്കില്ല. ടിങ്കു ടിങ്കു ഫോൺ കണ്ടിട്ടോ. ഫോണിന്റെ പച്ചയിലേക്കാ നോക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്. ടിങ്കു 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 മുഖത്തേക്ക് നോക്കണം. അച്ഛന്റെ മുഖത്തേക്ക് ടിങ്കു 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 അച്ഛന്റെ പൊന്ന ടിങ്കു അച്ഛന്റെ ചത്ത ടിങ്കു 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 കൈ മാറ്റാരിയേ ടിങ്കു 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 അച്ഛന്റെ പൊന്നാണോ. കിച്ചി കുറെ നേരം ചിരിച്ചു കഴിഞ്ഞിട്ട് അവന്റെ താഴത്തെ ചുണ്ടല്ലോ അത് അവങ്ങനെ ഉള്ളിക്ക് കൊണ്ടുപോട്ടോ. അപ്പൊ ഞാൻ പറയും താറാവോള് ചുണ്ട് പിടിക്കണ പോലെ പിടിക്കില്ല ഇങ്ങനെ അടിക്കുന്ന തട്ടുട്ടോ. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ഇതേ കിച്ചുവിനെ എടുത്തിട്ട് മാളുമ്മ ഫോട്ടോസ് എടുക്കാറുണ്ടോ. മാളു ഉണ്ണീനെ എടുത്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ വേറൊക്കെ രൂപത്തിൽ മുഖം പിടിക്കുക. അവനിടയ്ക്കുണ്ട് ഒരു കോഷ്ടി ഇട്ടിട്ട് മുഖം പിടിക്കുക കേട്ടോ. അപ്പൊ മാളു നല്ലപോലെ പിടിക്കടാ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ണി മുഖം പിടിക്കുന്നത് ശരിയില്ല പറഞ്ഞിട്ട് മാളുവിന് കിട്ടിയ ഫോട്ടോ വെച്ചാൽ അതേ നേരത്തെ കണ്ടില്ല അതായിരുന്നു കേട്ടോ. മാളുവിന്റെ മുഖമായിരുന്നു ഇതായിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇതേ വീണ്ടും ഫോട്ടോസ് ഇത് റെഡി ആയിട്ടില്ല ഇനി എടുക്കട്ടെ പറഞ്ഞിട്ട് ഉണ്ണീനെ കൊണ്ടുപോയിട്ട് ഫോട്ടോസ് എടുക്കാൻ കേട്ടോ അവര്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളത് അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുകയായിരുന്നു കേട്ടോ. അച്ഛന് വിശക്കുന്നുണ്ട്, അച്ഛന് മാമുവാൻ. പിന്നെ ഇത് ചേട്ടന്മാരൊക്കെ പോയിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ. അച്ചും ആദർശനും അവിടെ ഉണ്ട്. അവർക്ക് ചായ മതി പറഞ്ഞിട്ട് അവിടെ ചായ വെയിറ്റ് ചെയ്യാണ്. ഞാനും അതും മാളും ഐസ്ക്രീം ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഉണ്ണിനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചു കേട്ടോ. അപ്പൊ അവനച്ചെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് അവന് മനസ്സിലായി. അപ്പൊ അവൻ എല്ലാത്തുമ്മക്ക് ഇങ്ങനെ നോക്കാണ് കേട്ടോ. അപ്പൊ കഴിക്കേണ്ടതൊന്നും അവന് അറിയില്ല. എന്നാലും അങ്ങനെ നോക്കിയിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്തോ മതി തോന്നിട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിട്ട് ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ വെള്ളം ഇറക്കുന്നുണ്ട് ഗൈസ്.
എന്റെ കുറ്റി എങ്ങനെ നോക്കിച്ചാന്നോ അവള് കഴിച്ചണത്. കഴിച്ചത് നോക്കിച്ചാ. ഞങ്ങക്ക് പാലെന്നപ്പോ വേണ്ടല്ലോ ഞങ്ങക്ക്. അങ്ങനെ ഞങ്ങളുടെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിയാറായപ്പോഴാണ് ആദർശേട്ടനും അച്ഛനും ചായ കിട്ടിയിട്ടോ. നമ്മുടെ കിച്ചപ്പൻ്റെ ഐസ്ക്രീം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ്റെ മേത്താക്ക് അവൻ്റെ ആദ്യമേമ ഐസ്ക്രീം വെച്ച് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടിയുടെ ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പറയുമ്പോൾ മൂപ്പത്തിരുന്ന് ചിരിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സകലകലാ വല്ലഭിയാണ് ആദു. പല പല എക്സ്പ്രഷൻ മുഖത്ത് വന്നുകൊണ്ട് പോകും. ഇപ്പോൾ മാളെന്തോ പറഞ്ഞപ്പോൾ മാളിനെ നോക്കി പേടിപ്പിക്കണമെന്നാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ തരില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് നടക്കാൻ കേട്ടോ. ആദർശമായിട്ട് ഏറ്റവും കൂടുതലിട്ട് ട്രോളാണെന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ തിരിച്ചും പറയും നല്ല രസമായിട്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ മാത്രമായിട്ട് ഒരു വൈബുള്ളൂ. ഇവരൊക്കെ ഇല്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. അങ്ങനെ നമ്മളോട് ഇരിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഉണ്ണിയുടെ ഫേസുള്ള വേറൊരു ഉണ്ണിട്ടാ. അപ്പൊ മാളും അയ്യോ ചേച്ചി നമ്മുടെ ഉണ്ണിയെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഞാനും നോക്കണം കേട്ടോ. അപ്പൊ കറക്റ്റ് നമ്മുടെ ഉണ്ണിയുടെ പോലെ. അപ്പൊ ആദർശേടൻ വേഗം നമ്മുടെ കിച്ചപ്പനെ എടുത്തിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ആദർശേടൻ കണ്ടിട്ടുണ്ടായിരുന്ന ചേട്ടനൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാരുടെ അടുത്ത് പോയിട്ട് അപ്പൊ അവര് നമ്മുടെ മുണ്ടത്തിയോടുള്ള വീട്ടുകാരെന്നെ തോന്നുന്നു. അങ്ങനെ കുറച്ചു നേരം അവരുടെ അടുത്ത് സംസാരിച്ച് ഒരേപോലെ ഉണ്ടെന്ന് ഇവര് പറഞ്ഞു. അങ്ങനൊക്കെ പറഞ്ഞിട്ട് അവര് വേഗം പോകുന്നു കേട്ടോ. കിച്ചു പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കിച്ചു അടുത്ത കാഴ്ചകളൊക്കെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പല കളേഴ്സിലെ ചെയേഴ്സും അതുപോലെ തന്നെ ഓരോരോ സംഭവം കാണില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. പിന്നെ പുറത്ത് വെള്ളം അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാനുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ഫേസ് കണ്ടിട്ട് ഞങ്ങൾ തന്നെ അന്തം വിടുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. കുറേ നേരം ഇവിടെ ഇരുന്നു. ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര പേടിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. വേറെ ആരെയും അല്ല, എൻ്റെ അമ്മേനെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണീനും കൊണ്ട് പുറത്ത് പോയി ചിലപ്പോൾ ചീത്ത കേൾക്കും. ഞങ്ങൾ പോരുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അമ്മയുടെ നിന്ന് ചീത്ത കേൾക്കുമെന്ന് പേടിച്ചിട്ടാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ നല്ല ചീത്ത കേൾക്കും ചെയ്യും, നല്ല പേടി ഉണ്ടേനും. പക്ഷെ നമ്മൾ എല്ലായിടത്തേക്കും പോവുകയും ചെയ്യും. അതാണ് നമ്മുടെ പോളിസി കേട്ടോ. ചീത്ത കേൾക്കുമ്പോൾ ഒരു ചെവി കൂടെ നമ്മൾ ഇരുന്ന് കേൾക്കും. പിന്നെ അത് നമ്മളങ്ങനെ വീടും. അല്ലാതെ നമ്മളെപ്പോഴും വീട്ടിലിരുന്ന് നമുക്കൊരു എൻജോയ്മെന്റ് ഉണ്ടാവില്ലല്ലോ. ഞാനും ആദർശനും മാത്രം പോകണ വെച്ചാൽ വലിയ സീനിയാട്ടോ. പക്ഷെ നമ്മുടെ കിച്ചപ്പനും കൊണ്ട് നടക്കുമ്പോൾ പേടിയായിട്ട് അവർക്ക് വല്ല അസുഖങ്ങൾ വരുമോ അങ്ങനെ വയ്യാതെയാവോ എന്നൊക്കെ ഒരു പേടി കൂടി ഉണ്ടോ ചീത്ത പറയുന്നത്. എന്നാലും നമ്മൾ കിച്ചപ്പനെയും കൊണ്ടുപോകാതെ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കൊരു സമാധാനം കിട്ടില്ല. അമ്മ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സമാധാനം കേട്ടോ. അമ്മയുടെ അടുത്ത് അവൻ അടിപൊളിയായിട്ട് ഇരുന്നോളും. പക്ഷെ അമ്മ ഇല്ലാത്ത സമയത്ത് നമുക്ക് അവനെ വീട്ടിലാക്കി പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് എങ്ങനെയും പോകണമെങ്കിൽ അവനെ കൂട്ടി പോകാറില്ലാതെ വേറെ നിവർത്തിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ പോകുമ്പോൾ കണ്ടോ അവരൊക്കെ ഭയങ്കര ചേട്ടന്മാരെ കുറച്ചും കൂടി ഏജ് ആയ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര കൗട്ടിങ് ആട്ടോ ഇവിടെ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് വെച്ചാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായ കാരണം നമുക്ക് ഭയങ്കര ചടപ്പാവൂട്ടാ. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര വർക്കൗട്ടും കാര്യങ്ങളും പിന്നെ ഫാമിലി ആയിട്ടും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടൗണിനനുസരിച്ച് ഇവിടെ നല്ല അടിപൊളി വ്യൂ ആയിട്ട് വരണം. മറ്റേ വെള്ളം പോകണ്ടല്ലോ, അതിനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടാ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോകേണ്ട സമയം ഇപ്പം നമ്മൾ നമ്മുടെ വണ്ടിയിലൊക്കെ കയറി. അപ്പം ദേവൂട്ടൻ ഡിക്കിയിലിരിക്കാന്ന് പറഞ്ഞിട്ട് ദേവൻ ചാടി ഡിക്കിയിലിരിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ മാളും അടിയിലിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാട്ടാ പോന്നിട്ടുണ്ടായിരുന്നേ. ഇത് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ. പിന്നെ ഇതുവരെ പോയിട്ടിലേക്ക് പോകണം നല്ല ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര നെസ്റ്റ് അടിച്ചപ്പോൾ വീഡിയോ എടുത്താട്ടോ. CKC മുണ്ടത്തിക്കോട് രാജഗിരി സ്കൂളുണ്ടല്ലോ, അവിടെയായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ നമ്മൾ കിരഞ്ചാടി നമ്മളെല്ലാവരും അവിടെയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആര്യമ്പാടെത്തുമ്പോഴേക്കും നമ്മുടെ സർവോദയം സ്കൂൾ ഞാൻ 5 തൊട്ടിട്ട് 10 വരെ പഠിച്ചത് ഇവിടെയാട്ടോ. ഞാനും ചേച്ചി കിരഞ്ചാട്ടം മാളു ഞങ്ങളെല്ലാവരും പഠിച്ചത് ഇവിടെയാണ്. എൻ്റെ ചേച്ചി മാത്രമാട്ടോ +1 +2 ഇവിടെ പഠിച്ചിരുന്നത്. നമ്മളെല്ലാവരും 10 കഴിഞ്ഞപ്പോൾ വേറെ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായേ. അങ്ങനെ ഇതേ ഇവിടെ എത്തിയപ്പോൾ ഇതിൻ്റെയും വീഡിയോസ് എടുത്തു.
അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. നമ്മളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളെല്ലാവരും കേട്ടോ നടന്നിട്ടാണ് സ്കൂളിലേക്ക് വന്നിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാടത്തിയപ്പോൾ പാടത്തും നല്ല വ്യൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പാടം നല്ല അടിപൊളി വ്യൂ നല്ല രസമൊക്കെ കാണാൻ വേണ്ടിയിട്ടാ. അപ്പോൾ പിന്നെ നമ്മുടെ കിച്ചു നല്ല ഉറക്കായിട്ട് കിരൺചേട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വീടെത്തറ ഇപ്പം എല്ലാവരും വീടിൻ്റെ ഉമ്മർത്ത് ആരെ ഇരിക്കണേ, എന്താണ് ഫേസിൽ എക്സ്പ്രഷൻ നോക്കാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണേ. ഒന്നില്ലെങ്കിൽ അച്ഛൻ എന്തായാലും ഉമ്മർത്തിരിക്കണ്ടാവും, ചിലപ്പോൾ അമ്മയുണ്ടാവും കേട്ടോ. അപ്പോൾ അവരുടെ മുഖത്ത് എക്സ്പ്രഷൻ നോക്കാം. അപ്പോൾ അത് പറയാട്ടോ, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് ഓടുന്നു. പക്ഷേ അവൾക്ക് നല്ലൊരു പണിയാണ് കിട്ടിയത്. ഇവള് ഫോണ് എൻ്റെ വീട്ടിൽ ചാർജ് ചെയ്തിട്ട് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവൾക്ക് എന്തായാലും എടുക്കാൻ വേണ്ടിയിട്ട് കയറണം. അപ്പോൾ അവൾ എന്നെ ആദ്യം പോയിട്ട് ചീത്ത കേട്ടോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കേറിട്ട് പോവാം. അച്ഛനെ കണ്ടിട്ട് കുറെ നാളായി. അച്ഛനെ കണ്ടിട്ട് കുറെ നാളായില്ലേ. ചീത്ത കേൾക്കാച്ചെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചീത്ത കേൾക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ടാ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ആ ചീത്തയൊന്നും പറഞ്ഞില്ല, നമ്മളാകെ പേടിച്ചിട്ട് അതുണ്ടായിരുന്നു. പക്ഷെ അതിന് മാത്രം ചീത്തൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. കിരൺചേട്ടൻ നേരെ ഉണ്ണീനെ കൊണ്ടുപോയിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അവൻ്റെ ഒപ്പം ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അവൻ ഭയങ്കര കളിയിലായിരുന്നു. പിന്നെ കിച്ചുവിനെ ഇനി കുളിപ്പിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അമ്മ വീട്ടിലുള്ളതുകൊണ്ട് അമ്മ മേല് കഴുകി കൊടുക്കാന്ന് പറഞ്ഞു കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ പോയി വന്ന് കിച്ചുവിൻ്റെ മേല് കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇനി പാല് കൊടുക്കണം, ഉറക്കം വരുന്നുണ്ട് നൈസായിട്ട്. ശരിക്കും അപ്പൊ കുഞ്ഞിന്റെ അവള് തന്നില്ലേ, നിങ്ങളിങ്ങനെ ചെണ്ടീച്ച് പോയിട്ടോ. ആര് എങ്ങനെ ഞാൻ പണി മാറ്റി വരുമ്പോ തെണ്ടീച്ച് പോയിണ്ടാർന്ന്? ഇനി പോയതല്ല, എന്നെ കൊണ്ടുപോയിതാന്നോ? കീരമാമ അങ്ങോട്ട് വന്ന കീരമാമനുണ്ട് അടി, ഇന്ന് ചെണ്ടീച്ച് കൊണ്ടുപോയി. മുട്ടയ്ക്ക് മുട്ടടിച്ച് കഴിഞ്ഞാലേ ഇതുമായിട്ട് മറ്റേ മിക്സ് ആക്കണല്ലോ, ഒരു ഷെയ്ഡ് പോലെ ഷെയ്ഡ് എടുക്കണല്ലോ. കുറച്ച് പണിയെടുത്തില്ലേ, ഞാൻ പഠിച്ചോളാൻ പറഞ്ഞു. പഠിച്ചിട്ടുള്ള ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് മുടി കെട്ടണ്ടല്ലോ, മറ്റേത് എപ്പോഴും മുടി ഇട്ടിട്ടേ. ചേട്ടൻ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് മുടി വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മുടി നന്നായിട്ട് ഇതേപോലെ വെട്ടി കഴിഞ്ഞ് വെച്ചാൽ നടന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അച്ഛന് അമ്മയ്ക്ക് അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ. അവർക്ക് തന്നെ മുടി ഇങ്ങനെ ഇതുപോലെ ഒതുക്കി വെട്ടണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ മാക്സിമം പോയിട്ട് ഞാൻ അങ്ങനെ വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയാട്ടോ. അപ്പോൾ കിച്ചു ആകെ പാല് കുടിച്ച് ആകെ ഛർദ്ദിച്ചൊരു ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ അച്ഛനൊപ്പം ഇരുന്ന് കളിക്കായിരുന്നു കേട്ടോ. താടി ആ ചങ്ങനോണി താടിയില്ലേ കുറച്ചെടുക്കും. ഇവിടെ ഫുള്ള് വെക്കാൻ പറഞ്ഞു. ആ ഫുള്ള് ഇവിടുത്തെ എടുത്ത് ഇത് മൊത്തം എടുത്താൽ അറിയുന്നില്ലല്ലോ. പിന്നെ മുടി വെട്ടി എന്റെ കഥ പറച്ചിലൊക്കെ കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.